യാസീനോതുന്ന മകനാവളോ, തെറ്റാതെ ഖുർആനോദാൻ അറിയുന്ന മകനാവളോ, അതിനെന്റെ മകൻ ഇൽമു പഠിക്കണം. എന്റെ മകൻ ഡോക്ടറാണെന്ന് റോഡിലിറങ്ങി പറയാൻ പലർക്കും അഭിമാനമാണ്. എന്റെ മകൻ എഞ്ചിനീയറാണെന്ന് പറയാൻ പലർക്കും അഭിമാനമാണ്. എന്റെ മകൻ ഒരു ആലിമാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നവർ വളരെ കുറഞ്ഞതോ. എന്റെ മകനൊരു നല്ല ആലിമാണെന്ന് പറയാൻ നമ്മുടെ മനസ്സിലേക്ക് അത്തരം ഒരു ചിന്ത കടന്നു വരുന്നില്ല. ചീഞ്ചലങ്ങൾ നീക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും അന്യ പെണ്ണിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും അന്യ പുരുഷന്റെ വായിലുള്ള ചേറായ പല്ലിന്റെ ഇടയിലുള്ള കേടുപാടുകൾ നീക്കിക്കൊടുക്കുന്ന ഡോക്ടർ, ആ ഡോക്ടർക്ക് നമ്മൾ വലിയ സ്ഥാനം കൊടുക്കുന്നു. അതേ സ്ഥാനത്ത് ആലിമാകണം എന്റെ മകനെന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലില്ല. ഡോക്ടർമാര് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ഡോക്ടർമാരുടെ പണി മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. അതേ സ്ഥാനത്ത് ചീഞ്ചലങ്ങൾ നീക്കി മാറ്റുന്ന ഡോക്ടർമാർക്ക് നമ്മൾ വലിയ സ്ഥാനം കൊടുക്കുന്നു. അള്ളാന്റെ ഇൽമു പഠിക്കുന്നൊരു മകനായി എന്റെ മകൻ മാറണമെന്നൊരു ചിന്തയില്ല. എന്താണ് കാരണം? ഡോക്ടർക്ക് മാസത്തിൽ ലക്ഷങ്ങൾ ശമ്പളമാണ്. ആലിമായാൽ അവർക്ക് 3000 അല്ലെങ്കിൽ 4000 ശമ്പളം നീ ചുരുങ്ങിപ്പോകുമെന്ന് പേടിയാണ്. എന്റെ മകൻ സാമ്പത്തിക ഭദ്രതയില്ലാത്തവന് നീ പോകുമോ എന്ന ചിന്തയാണ്. മനുഷ്യ, കൊടുക്കുന്നവനൊന്നേ ഉള്ളൂ, അല്ലാഹു മാത്രമേ കൊടുക്കുന്നവനുള്ളൂ, അവൻ മാത്രമേ കൊടുക്കാൻ കഴിയുന്നവനുള്ളൂ എന്നുറച്ചു വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് അത്തരം ഒരു പ്രശ്നം അവന്റെ മനസ്സിന് അലട്ടുന്നില്ല. അവനെ കൊടുക്കുന്നവനുള്ളൂ എന്ന ഉറച്ച വിശ്വാസം വേണം. ആ ഉറച്ച വിശ്വാസത്തോടെ മക്കളെ നമ്മളെ ആലിമീങ്ങളാക്കാൻ ശ്രമിക്കണം. നമ്മുടെ മക്കൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കണം. ഏറ്റവും ചുരുങ്ങിയത് ഖുർആൻ തജ്വീദ് അനുസരിച്ച് തെറ്റാതെ ഓതാനെങ്കിലും നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം. നമ്മൾ നാളെ ഖബറിൽ കിടക്കുമ്പോൾ തെറ്റാതെ ഖുർആൻ ഓതുന്നൊരു മകനായി എന്റെ മകൻ മാറണമെന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. അതേ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ സാധാരണ മനുഷ്യനാണെന്ന് പറയുന്ന പുത്തന്മാരികളിൽ നിന്ന് എന്റെ മകൻ രക്ഷപ്പെടണം. അതിനെന്റെ മകൻ സുന്നത്തി ജമാഅത്തിനെ കുറിച്ച് അറിവുള്ളവനാകണം, സുന്നത്തി ജമാഅത്തിനെ കുറിച്ച് പഠിക്കുന്നവനാകണം. ഏറ്റവും ചുരുങ്ങിയത് സുന്നത്തി ജമാഅത്തിന്റെ ചെറിയ പ്രധാനപ്പെട്ട ആശയങ്ങളെങ്കിലും എന്റെ മകൻ പഠിക്കണമെന്നൊരാഗ്രഹം നമുക്ക് വേണം. എന്റെ മകൻ സുന്നത്തി ജമാഅത്തിലായി ജീവിച്ച് മരിച്ചാലോ എനിക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന മകനായി മാറുകയുള്ളൂ എന്നൊരു ചിന്ത നമുക്കുണ്ടാകണം. ആ ഒരു വഴിയിലേക്ക് നമുക്ക് വഴികൾ വെട്ടിത്തെളിയിച്ചു തരികയാണ് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഇബ്രാഹീം അലൈഹിസ്സലാം. കഅബാലയത്തിന്റെ പുനർനിർമ്മാണം കഴിഞ്ഞതിന് ശേഷം പ്രിയപ്പെട്ട മകനെയും നിർത്തിയിട്ട് അല്ലാഹുവോട് താഴ്മയോടെ ദുആ ചെയ്യുന്നു. റബ്ബനാ തഖബ്ബൽ മിന്നാ, ഇതൊന്ന് ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ അല്ലാഹ്. നിന്റെ അടുക്കൽ ഇത് മഖബൂലല്ലെങ്കിൽ എനിക്കിതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഈ നിലക്കാണ് ലോകത്തുള്ള മുഴുവൻ മഹാന്മാരും. ഇനി നിങ്ങൾ നോക്കി എല്ലാറ്റിലും ഉപരി ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളൊന്ന് റബ്ബിന്റെ അടുക്കൽ ഞാനൊരു നന്ദിയുള്ളവനാണെന്ന നിലക്കാകണമെന്ന് അള്ളാന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് അത് അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുമുണ്ട്. ഐനാനി ലാ തമസ്സുമൻ നാർ, രണ്ട് കണ്ണുകൾ നരകത്തെ സ്പർശിക്കൂല. നരകത്തെ സ്പർശിക്കാത്ത രണ്ട് കണ്ണുകളുണ്ട്. അള്ളാന്റെ റസൂൽ പറയുന്നു ഐനുൻ ബക്കത്ത് മിൻ ഖശിയത്തില്ലാഹ്, അള്ളാനെ ഭയന്നുകൊണ്ട് കണ്ണുനീരൊഴുക്കിയ കണ്ണ്, ആ കണ്ണൊരിക്കലും നരകത്തെ സ്പർശിക്കൂല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നിങ്ങൾ നോക്ക്, അല്ലാഹുവിന്റെ റസൂൽ തന്നെ പറയുന്നു അർശിന്റെ തണൽ ലഭിക്കുന്ന സാലിഹീങ്ങൾ
ഒരാൾക്കും തണല് കിട്ടാത്ത റബ്ബിന്റെ പാരത്രീക ലോകത്ത് അർശിന്റെ തണല് ലഭിക്കുന്ന 4 ആളുകളെ കുറിച്ച് 7 ആളുകളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു. അവിടെ ഒരാൾക്കും തണലില്ല. അവിടെ അവന്റെ സമ്പത്തുകൾ പ്രയോജനപ്പെടുന്നില്ല, അവന്റെ മക്കളവിടെ പ്രയോജനപ്പെടുന്നില്ല, അവന്റെ മക്കൾ അവനിക്ക് പ്രയോജനപ്പെടുന്നില്ല. മക്കൾക്ക് ഉപകാരം ചെയ്തു കൊടുക്കാൻ കഴിയാത്ത ലോകം, സമ്പത്ത് കൊണ്ട് വിജയിക്കാൻ കഴിയാത്ത ലോകം, സമ്പത്ത് കൊണ്ട് അതേ അതിജയിക്കാൻ കഴിയാത്ത ലോകം. ആ റബ്ബിന്റെ പാരത്രിക ലോകത്ത് അർശിന്റെ തണല് ലഭിക്കുന്ന ആളുകളുണ്ട്. ആ അർശിന്റെ തണല് ലഭിക്കണമെന്നും ആ പരലോകത്തെക്കുറിച്ചും ചിന്തിച്ചുകൊണ്ട് കരഞ്ഞ മഹാനാണ് സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ പരലോകത്തെക്കുറിച്ച് ചിന്തിച്ച് കരഞ്ഞ മഹാനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരു ദിവസം ഒരു അറാബി ഓടി വരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാകട്ടെ എപ്പോഴും പരലോകത്തെക്കുറിച്ച് ചിന്തിച്ച മഹാനാണ്. അതേ ഒരുപാട് റബ്ബിന്റെ അതേ പാരത്രിക ലോകത്തെക്കുറിച്ച് ചിന്തിച്ച് കരഞ്ഞ മഹാനാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ എന്നെയും നിങ്ങളെയും ഉപദേശിക്കുന്നു. അക്ദിറൂ മിൻ ദിക്രിന്നാ, നരകത്തെക്കുറിച്ച് നിങ്ങൾ ധാരാളം ഓർക്കണേ. ആ നരകത്തിന്റെ ചൂട് വല്ലാത്ത കടുപ്പമുള്ളതാണ്. ആ നരകത്തിന്റെ ആഴം വല്ലാത്ത വിദൂരമാണ്. ആ നരകത്തിന്റെ ആഴം അതെ ആ നരകത്തിലുള്ള അതേ മനുഷ്യനെ ശിക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ദണ്ഡുകൾ അത് ഇരുമ്പിന്റെ ദണ്ഡുകളാണ്. ഇത് ഉപദേശിച്ച ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ്